86 മണിക്കൂർ നീണ്ടുനിന്ന ഇന്ത്യ പാക് സംഘർഷത്തിന് സമവായമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇന്ത്യ. സൈനികതല ചർച്ച തിങ്കളാഴ്ച നടക്കും. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ കേരളം യുദ്ധം പ്രഖ്യാപിച്ച് നടപ്പാക്കി വരികയാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. വെല്ലുവിളികളെ നേരിടാൻ എക്സൈസ് പ്രാപ്തമാണെന്നും മന്ത്രി. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. കണിമംഗലം, പുതുക്കാട്, തിരുവിലാമല, പേരാമ്പ്ര എന്നിവിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിലാണ് ബൈക്ക് യാത്രികർ മരിച്ചത്. ഗുരുവായൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്നും 2.5 ഗ്രാമിന്റെ കമ്മലും പണവും മോഷണം പോയി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രം. കൂട്ടുനേർച്ചയ്ക്ക് വൻ തിരക്ക്. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 2 പേർ പോലീസ് പിടിയിലായി. ചേറ്റുവ സ്വദേശി നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. 86 മണിക്കൂർ നീണ്ടുനിന്ന ഇന്ത്യ പാക് സംഘർഷത്തിന് സമവായം. 2 ദിവസമായി നീണ്ടുനിന്ന ഇന്ത്യ പാക് സംഘർഷത്തിൽ ധാരണയായി. ശനിയാഴ്ച 5 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നതായി ഇന്ത്യ സ്ഥിരീകരിച്ചു. ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് ധാരണയായതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ഈ മാസം 12-ന് സൈനിക തലത്തിൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സമവായത്തിൽ അമേരിക്കൻ ഇടപെടൽ ഇന്ത്യ തള്ളി. തീരുമാനത്തിൽ 3-ാം രാജ്യം ഇടപെട്ടിട്ടില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. BJPയുടെ തടയൽ ആഹ്വാനത്തെ തുടർന്ന് തൃശൂരിൽ യുദ്ധവിരുദ്ധ സമാധാന റാലിക്കെത്തിയവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുദ്ധവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ യുദ്ധവിരുദ്ധ സമാധാന റാലി സംഘടിപ്പിച്ചത്. സാഹിത്യ അക്കാദമി പരിസരത്തു നിന്നും സ്വരാജ് റൌണ്ടിലൂടെ തെക്കേ ഗോപുരനടയിലേക്കായിരുന്നു റാലി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ BJP ജില്ലാ കമ്മിറ്റി രംഗത്തെത്തുകയായിരുന്നു. റാലി തടയാനായി BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ദേശീയ പതാകയുമായി പാലസ് റോഡിൽ നിരന്നു. ഇതോടെ പോലീസ് സാഹിത്യ അക്കാദമി പരിസരത്തുണ്ടായിരുന്ന വനിതയടക്കം 10ഓളം യുദ്ധവിരുദ്ധ ജനകീയ മുന്നണി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതോടെ BJP പ്രവർത്തകരും പിൻവാങ്ങി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തെത്തിയത്. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ കേരളം യുദ്ധം പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കി വരികയുമാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പുതൂൾ എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പരിശീലനം പൂർത്തിയാക്കിയ 157 എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള നടപടികൾ കാരണം എക്സൈസ് വകുപ്പ് വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത്. അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായ രീതിയിൽ ഉയരാൻ കേരളത്തിലെ എക്സൈസ് വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ടു പോകാൻ സാധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ K. പ്രദീപ് കുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. ഇവിടെ നിങ്ങളെടുത്ത പ്രതിജ്ഞ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കാൻ സമൂഹത്തോടും നാടിനോടുമുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വെണ്ണാട്ടുപറമ്പിൽ ജോയിയുടെ മകൻ 18 വയസ്സുള്ള അലനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. വരാക്കര മേച്ചേരിപ്പടി ആൻസന്റെ മകൻ 19 വയസ്സുള്ള ആൻസ്റ്റിൽ നേരത്തെ മരിച്ചിരുന്നു. ആൻസ്റ്റിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയും അലൻ വരന്തരപ്പള്ളി CJM അസംഷൻ HSSലെ +2 വിദ്യാർത്ഥിയുമാണ്. തിരുവിലാമലയിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പുതുക്കോട് സ്വദേശി സഞ്ജയാണ് മരിച്ചത്. പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അപകടത്തിൽ ഓട്ടോ മറിഞ്ഞ് ഓട്ടോ യാത്രികരായ കുടുംബത്തിനും നിസ്സാര പരിക്കേറ്റു. കണിമംഗലം ഓവർബ്രിഡ്ജിന് സമീപം ബൈക്കിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചേർപ്പൂർ സ്വദേശി കോച്ചേരി പറമ്പിൽ 35 വയസ്സുള്ള വിനോദ് കുമാറാണ് മരിച്ചത്. ഒറ്റപ്പാലം തൃശൂർ റൂട്ടിലോടുന്ന വേദോ ബസ്സാണ് അപകടത്തിനിരയാക്കിയത്. തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന വിനോദ് കുമാർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ തൃശൂർ ഭാഗത്തേക്ക് വന്ന ബസ് ഇടിക്കുകയായിരുന്നു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. നെടുപുഴ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
ദേശീയപാതയിൽ പേരാമ്പ്ര സർവീസ് റോഡിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടകര വല്ലപ്പടി മടത്തിക്കര ഷാജിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ കരാർ തൊഴിലാളിയായ ഷാജി ജോലിക്ക് പോകുന്നതിനിടെ സർവീസ് റോഡിൽ വെച്ച് ലോറി ബൈക്കിലിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം കാത്തുകിടന്നാണ് ഇതിലെ വാഹനങ്ങൾ കടന്നുപോകുന്നത്. രാവിലെയും വൈകുന്നേരവുമാണ് പേരാമ്പ്ര ഭാഗത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെടുന്നത്. പേരാമ്പ്ര പമ്പ് പരിസരം മുതൽ കൊടകര മേൽപ്പാലം വരെയുള്ള 3.5 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ഫലമാണ് ഇവിടെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതെന്ന് പേരാമ്പ്ര സ്വദേശി ജോജു ചെങ്ങിനിയാടൻ പറഞ്ഞു. ഇവിടെ ഭയങ്കര ദുരിതമാണ് ഇപ്പൊ ഈ ഭാഗത്തുള്ളവരും ഹൈവേ കൂടെ പോണവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് ഇത്ര നാളായിട്ട് ഒരു ആക്സിഡന്റ് നടക്കാണ്ടിരുന്നത്. ഇന്നിപ്പോ ആ മരിച്ച വ്യക്തിനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. ആളുടെ പെങ്ങള് എന്റെ കൂടെ പഠിച്ചതാണ്. എനിക്ക് അടുത്തറിയാവുന്ന വ്യക്തിയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഹൈവേക്കാരുടെ അനാസ്ഥ മൂലം ജീവൻ പൊലിഞ്ഞു പോയത്. ആള് മരിച്ച സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദിവസം പോണ സ്ഥലമാണ്. അവിടെ ആ സ്ലാബിന്റെ ഇടയിൽ പെട്ട് ആള് റോഡിലേക്ക് മറിഞ്ഞു പോയിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത്. ഇത് തീർത്തും അനാസ്ഥ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു മരണമാണ്. അവിടെ പല സ്ലാബുകളും ഒടിഞ്ഞും പൊടിഞ്ഞും പോയിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പേരാമ്പ്ര പെട്രോൾ പമ്പ് മുതൽ അപ്പോളോ ഫാക്ടറി വരെ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് വാഹന ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ കടന്നുപോകുമ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ഏറെ ക്ലേശം അനുഭവിക്കുകയാണ്. സർവീസ് റോഡരികിലെ കാണിക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ പൊട്ടുന്നതും ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. കാണിക്ക് മുകളിലെ തകർന്ന സ്ലാബ് പുനർനിർമ്മിച്ചപ്പോൾ അതിനു സമീപം വെച്ചിരുന്ന കോൺക്രീറ്റ് ബാരിയറിൽ തട്ടി ലോറിക്കടിയിലേക്ക് വീണ് ശനിയാഴ്ച ബൈക്ക് യാത്രികൻ മരണപ്പെട്ടിരുന്നു. ദേശീയപാത അധികൃതരുടെ അശ്രദ്ധയും നിരുത്തരവാദപരമായ നിലപാടുമാണ് മരണത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്താൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്കും അപകട സാധ്യതയും ഒഴിവാക്കാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ചില സ്ഥലത്ത് അവര് ഇരുമ്പിന്റെ കഷ്ണൊക്കെയാണ് വെച്ചിട്ട് അതിൽ കൂടെയാണ് വണ്ടി വിടുന്നത്. വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു ചെറിയ സജഷൻ എന്താന്ന് വെച്ചാല് വലിയ വണ്ടികള് ആ കോട്ടയിൽ നിന്ന് തിരിഞ്ഞു പോകാവുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ബ്ലോക്ക് കുറെ കുറഞ്ഞു കിട്ടും. ഞാനിതിലെ ദിവസവും സഞ്ചരിക്കുന്ന ആളാണ്. അങ്ങോട്ട് ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യാണ്. പല ദിവസങ്ങളിലും 2 മണിക്കൂറും 1.5 മണിക്കൂറും കിടന്നിട്ടാണ് ഈ ഒരു ചെറിയ പോയിന്റ് കടന്നു പോകാൻ പറ്റണത്. അപ്പോൾ പല ദിവസങ്ങളിലും ഞാൻ കാണുന്നുണ്ട് ആശുപത്രി പോണ ആംബുലൻസുകൾ, അടിയന്തരമായിട്ട് പോണ പല ആളുകളും ഇതിന്റെ ഇടയിൽ കിടന്ന് പ്രാവണത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള ഭാരവാഹനങ്ങൾ വല്ലപ്പാടി കനകമല മേച്ചിറ വഴി തിരിച്ചുവിട്ടാൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാകും. ചാലക്കുടി ഭാഗത്തുനിന്ന് കൊടകരയിലേക്ക് വരുന്ന ഭാരവാഹനങ്ങളെ പോട്ട ആളൂർ വഴി കൊടകരയിലേക്ക് തിരിച്ചുവിട്ട് ഗതാഗതം ക്രമീകരിച്ചാൽ ചെറുവാഹനങ്ങൾക്കും ബസ്സുകൾക്കും പേരാമ്പ്രയിലൂടെ സുഗമമായി കടന്നുപോകാൻ കഴിയും. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ 1 മാസം മുമ്പ് അധികൃതർ തീരുമാനമെടുത്തിരുന്നെങ്കിലും നടപ്പാക്കിയില്ല. കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശാസ്ത്രീയവും പ്രായോഗികവുമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ വീണ്ടും അപകടം. KSRTC ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക്. മുപ്ലിയം സ്വദേശി കാവുമ്പാറ വീട്ടിൽ ശ്രീനിവാസനാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന ബസ് തെറ്റായ ദിശയിലൂടെ സ്റ്റാൻഡിലേക്ക് കടക്കുന്നതിനിടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഡിവൈഡറിനും ബസ്സിനും ഇടയിൽ കുടുങ്ങിയ സ്കൂട്ടറിൽ നിന്ന് ശ്രീനിവാസനെ സമീപത്ത് സമരം നടത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് രക്ഷപ്പെടുത്തിയത്. സ്കൂട്ടറിൽ ബസ് ഇടിച്ചതറിയാതെ ഡ്രൈവർ ബസ് മുന്നിലേക്കെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെടാതെ സ്കൂട്ടർ യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു. മരണക്കണിയായ പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെ അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മഞ്ചേയുമായി എത്തി ദേശീയപാത ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ മഞ്ചവെച്ച് ഉപരോധിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി സെബി കുടിയൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സിൻഡോ പയ്യപ്പള്ളി, ലിനോ മൈക്കിൾ, PP ചന്ദ്രൻ, ഹരൻ ബേബി, പ്രതീഷ്, ജിതിൻ, പ്രിൻസ്, അഭയൻ, അഭിഷേക്, എഡ്വിൻ, ആന്റോ, ലെൻസൺ പല്ലൻ എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂരിൽ വീടിനകത്ത് കയറിയ മോഷ്ടാവ് വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്ന് 2 ഗ്രാമിന്റെ കമ്മല് മോഷണം പോയിട്ടുണ്ട്. മാവിൻചുവട് അമ്പാടി നഗറിൽ ഈശ്വരീയത്തിൽ പരമേശ്വരൻ നായരുടെ ഭാര്യ കനകകുമാരിയുടെ മാലയാണ് കവർന്നത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതിനിടെയാണ് ചാരിയിട്ടിരുന്ന മുൻവശത്തെ വാതിൽ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയത്. ഇവർ പരിഭ്രമിച്ചപ്പോഴേക്കും മോഷ്ടാവ് മാല വലിച്ചു പൊട്ടിച്ച് രക്ഷപ്പെട്ടു. പിടിവലിയിൽ താലിയും ലോക്കറ്റും പൊട്ടി താഴെ വീണു. കയ്യിൽ കിട്ടിയ മാലയുമായി മോഷ്ടാവ് മതിൽ ചാടി രക്ഷപ്പെട്ടു. തൊട്ടടുത്ത് പൂട്ടിക്കിടന്നിരുന്ന ചിറ്റിലപ്പള്ളി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നാണ് കമ്മൽ മോഷണം പോയത്. വാടകയ്ക്ക് താമസിക്കുന്ന ഇവർ വീട് പൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. വാതിലിന് മുകളിൽ വെച്ചിരുന്ന താക്കോലെടുത്ത് തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അലമാരയിൽ ചെറിയ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന കമ്മലാണ് നഷ്ടപ്പെട്ടത്. ഇതോടൊപ്പം ഉണ്ടായിരുന്ന 500 രൂപയും മോഷ്ടിച്ചിട്ടുണ്ട്. സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. മോഷ്ടാവ് ചുവന്ന ഷർട്ടും കറുത്ത മുണ്ടുമാണ് ധരിച്ചിരുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപിതാവിന്റെ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. വിശ്വാസ തീക്ഷ്ണതയോടെ 10,000-ങ്ങളാണ് വിശുദ്ധന്റെ തിരുസന്നിധിയിലെത്തിയത്. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പൊതുവണക്കത്തിനായി ദേവാലയ മുഖമണ്ഡപത്തിൽ പ്രത്യേകം അലങ്കരിച്ച രൂപക്കൂടുകളിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് കരിമരുന്ന് കലാപ്രകടനം അരങ്ങേറി. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളോടെ രാത്രി ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ നേർച്ച ഭക്ഷണ വിതരണം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വരെ തുടരും. 1,00,000 പേർക്കാണ് നേർച്ച വിതരണം ഒരുക്കിയിട്ടുള്ളത്. ചേരുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന 2 പേർ പോലീസ് പിടിയിലായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചേറ്റുവ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ നിന്ന് രാസലഹരിയായ MDMA-യുമായി 2 പേരെ പിടികൂടിയത്. ചേറ്റുവ സ്വദേശി പുത്തൻപേടികയിൽ നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. രാസലഹരി ഉപയോഗിക്കുവാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്തുവാനുള്ള സിപ്ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കുവാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുത്തിരുന്നു. റൂറൽ DCRB ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ്, SI-മാരായ ജയരാജ്, മുഹമ്മദ് റാഫി എന്നിവരടങ്ങിയ സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. കല്യാണ വീടുകളിലേക്കും വിരുന്നുകളിലേക്കും വൻതോതിൽ വാറ്റുചാരായം എത്തിച്ചു നൽകിയിരുന്നയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചായപ്പാൻകുഴി സ്വദേശി മാങ്ങാടൻ വീട്ടിൽ സജീഷിനെയാണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 15 ലിറ്റർ വാറ്റുചാരായം കണ്ടെടുത്തു. ഇയാൾ കാലങ്ങളായി വനമേഖലയോട് ചേർന്ന് താമസിച്ച് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചാരായം വാറ്റി നടത്തി വരികയായിരുന്നു. ചില്ലറ വിൽപ്പന നടത്താതെ മൊത്തമായി വിവാഹ പാർട്ടികൾക്കും മറ്റ് വിരുന്നുകൾക്കും എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇയാൾ പിന്തുടർന്നിരുന്നത്. കുറ്റിച്ചിറയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ കുറ്റിച്ചിറ ചെറുപറമ്പിൽ മുകേഷിനെ 24 കുപ്പി മദ്യവുമായി ചാലക്കുടി എക്സൈസ് അഡീഷണൽ ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തിലനും സംഘവും അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 2 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ യദുകൃഷ്ണൻ, ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ ആൽവിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കാരാഞ്ചിറ സ്വദേശി കവലക്കാട്ട് വീട്ടിൽ ബിനു ജോസിനാണ് മർദ്ദനമേറ്റത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സുരേഷ്, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, SI-മാരായ പ്രദീപ്, സജിപാൽ, ജയകൃഷ്ണൻ തുടങ്ങിയവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
പള്ളിപ്പുറം ആലപ്പാട് പാടശേഖരത്തിന് വടക്ക് ഭാഗത്തുള്ള തോട് വൃത്തിയാക്കുന്നതിനിടെ JCB മറിഞ്ഞ് തൊഴിലാളിയെ കാണാതായി. കർണാടക സ്വദേശിയായ JCB ഓപ്പറേറ്ററെയാണ് കാണാതായത്. പുത്തൻതോടിന്റെ കൈവഴിയായ തോട്ടിൽ നിന്ന് ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യുന്നതിന് ജങ്കാറിന്റെ മുകളിൽ JCB ഉറപ്പിച്ച് ജോലി ചെയ്യുന്നതിനിടെ JCB വെള്ളത്തിലേക്ക് തലകീഴായി മറിഞ്ഞ് ഓപ്പറേറ്റർ അടിയിൽ കുടുങ്ങുകയായിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് കാക്കനാട് നിർമ്മിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് മന്ത്രി ബിന്ദു അറിയിച്ചു. സാമൂഹ്യ സുരക്ഷയും സംരക്ഷണവും മുൻനിർത്തിക്കൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുവാനും അവർക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുവാനുമാണ് ഇന്റർവെൻഷൻ സെന്റർ ആരംഭിച്ചത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറും കൗൺസിലർമാരുടെ സേവനവും സെന്ററിൽ ലഭ്യമാകും. പോലീസ്, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളുമായുള്ള ഏകോപനം സെന്ററിൽ നിർവഹിക്കപ്പെടും. പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുവാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. 24,75,000 രൂപ ചെലവഴിച്ചാണ് ഇതിനായുള്ള കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 34 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയാണ് കുരുക്കേറിയത്. ശനിയാഴ്ച രാവിലെ ആമ്പലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെയുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടതോടെ കൃത്യസമയത്ത് ജോലിക്കെത്താൻ കഴിയാതെ ആളുകൾ വലഞ്ഞു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾ ഏറെ നേരം കാത്തുകിടന്നാണ് കടന്നുപോയത്. ആമ്പലൂരിലെ തിരക്കൊഴിവാക്കാൻ NHAI അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആക്ഷേപിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് അടച്ചുകെട്ടിരിക്കുകയാണ്. വരദരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കയറുന്നത് ഇരുവശങ്ങളിലും തിരക്കേറാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ ആമ്പലൂർ സെന്ററിലെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. രാവിലെയും രാത്രിയിലുമുള്ള എഴുന്നള്ളിപ്പും കലാപരിപാടികളും മാത്രമല്ല, വിവിധ ക്ഷേത്രകലകളുടെയും സംഗമവേദി കൂടിയാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന കൂടൽമാണിക്യം ഉത്സവം. ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പാടകം, കുറത്തിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, ബ്രാഹ്മണിപ്പാട്ട് എന്നീ ക്ഷേത്രകലകളാണ് ഉത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. ശീവേലി ആരംഭിക്കുന്ന ദിവസം മുതൽ പള്ളിവേട്ട വരെ ഈ കലകൾ അവതരിപ്പിക്കും. ശീവേലിക്ക് ശേഷം സന്ധ്യാവേലപ്പന്തലിലാണ് ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിവ നടക്കുന്നത്. കുലീപിനി തീർത്ഥമണ്ഡപത്തിൽ വൈകിട്ട് പാടകവും കുറത്തിയാട്ടവും നടക്കും. സന്ധ്യയ്ക്ക് കൂത്തമ്പലത്തിൽ പാരമ്പര്യാവകാശി അമ്മന്നൂർ ചാക്യാർ മഠത്തിൽ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, പാരമ്പര്യാവകാശി വില്ലവട്ടത്ത് നങ്ങ്യാർ കുടുംബങ്ങൾ അവതരിപ്പിക്കുന്ന നങ്ങ്യാർകൂത്ത് എന്നിവയും അരങ്ങേറും. വേളൂക്കര പട്ടത്തെയും തെക്കേ പട്ടത്തെയും കുടുംബാംഗങ്ങളാണ് ബ്രാഹ്മണിപ്പാട്ട് അവതരിപ്പിക്കുക. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങിയാൽ ക്ഷേത്രത്തിൽ ബ്രാഹ്മണിപ്പാട്ട് നടക്കും. ഇതിനെല്ലാം പുറമെ കിഴക്കേ ഗോപുരനടയിൽ തായമ്പക, സന്ധ്യാവേലപ്പന്തലിൽ മദളപ്പറ്റെ, കുഴൽപ്പറ്റെ, കൊമ്പുപറ്റെ, നാദസ്വരം എന്നിവയും രാവിലെയും വൈകിട്ടും സോപാനത്ത് അഷ്ടപതിയും ഉത്സവദിനങ്ങളിൽ നടക്കും. ഏറെ ആസ്വാദകരാണ് ഈ ക്ഷേത്രകലകൾ കാണാനും ആസ്വദിക്കാനുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കലകൾ ഉത്സവ നാളുകളിൽ അവതരിപ്പിക്കുന്നത്. TCV ഇരിങ്ങാലക്കുട. കൊലപാതക ശ്രമം ഉൾപ്പെടെ 15ഓളം കേസുകളിൽ പ്രതിയായ ഗുണ്ടയെ ഉല്ലൂർ പോലീസ് കരുതൽ തടങ്കലിലാക്കി. പുന്നൂക്കര സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. ഇൻസ്പെക്ടർ PM വിമോദ്, സീനിയർ CPO ലാലു, CPO സുഭാഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ കഥകളി ക്ലബിന്റെ 60ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ പരിപാടികളോടെ 5 ദിവസങ്ങളിലായി നടക്കുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങൾക്കാണ് തൃശൂരിൽ തുടക്കമായത്. ഭാരതീയ വിദ്യാഭവൻ കേന്ദ്രം ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി EK ഭരത് ഭൂഷൺ വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരളം പലതിനും മുൻപന്തിയിലാണെങ്കിലും എന്തുകൊണ്ടോ പാരമ്പര്യ കലകളെ പരിരക്ഷിച്ചു പോരുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കഥകളി ഉൾപ്പെടെയുള്ള കലകളെ സംരക്ഷിച്ചു പോകാൻ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഥകളി ക്ലബ്ബ് രക്ഷാധികാരി PK വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ഏർപ്പെടുത്തിയ സുവർണമുദ്ര പുരസ്കാരം കലാമണ്ഡലം MPS നമ്പൂതിരിക്ക് സമ്മാനിച്ചു. അഡ്വക്കേറ്റ് PN വിജയകുമാർ സുവനീർ പ്രകാശനം ചെയ്തു. സർവമംഗള ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ അജയകുമാർ വിശിഷ്ടാതിഥിയായി. ഡോക്ടർ നാരായണ പിഷാരടി, ക്ലബ് ജോയിന്റ് സെക്രട്ടറി E ഗോപികൃഷ്ണൻ, ട്രഷറർ K രാജീവ്, ശ്രീവത്സൻ തീയാടി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കിർമീരവധം കഥകളിയും അരങ്ങേറി.
IT വിദഗ്ധനും കേരള സ്റ്റേറ്റ് IT വെൽഫെയർ ബോർഡ് ഡയറക്ടറുമായ AD ജയനെ തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിച്ചു. കവി ഡോക്ടർ C രാവുണ്ണി, പ്രൊഫസർ M ഹരിദാസ്, പ്രൊഫസർ ദീപ നിശാന്ത്, AD ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോലി കഴിഞ്ഞ് വരുന്ന സമയം ബൈക്ക് നിർത്തി ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് വൈരാഗ്യത്താൽ യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളെ കൂടി വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ ഒമ്പതുങ്ങൽ സ്വദേശി കാക്കനാടൻ വീട്ടിൽ തേമാലി വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഒമ്പതുങ്ങൽ സ്വദേശി നിഖിലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒമ്പതുങ്ങൽ സ്വദേശി വിനീതിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഏപ്രിൽ 21-ാം തീയതിയായിരുന്നു സംഭവം. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മനോജ് PK, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാകേഷ് V, സിവിൽ പോലീസ് ഓഫീസർമാരായ രൂപേഷ് PV, അജിത് കുമാർ KC, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ BM രാധാകൃഷ്ണന്റെ സൗഹൃദം പൂത്ത വഴിത്താരകൾ എന്ന പുസ്തകത്തിന്റെ 3ാം ഭാഗം തൃശൂരിൽ പ്രകാശനം ചെയ്തു. ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ K രാധാകൃഷ്ണൻ MP പുസ്തകം AC മൊയ്തീൻ MLAക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. മുൻ MP TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, കോൺഗ്രസ് നേതാവ് VT ബൽറാം, BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ഡോക്ടർ PV കൃഷ്ണൻ നായർ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തലൂരിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും 25 ലക്ഷം രൂപ വരുന്ന മൊബൈൽ ഫോണുകളും അനുബന്ധ സാമഗ്രികളും മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. എറണാകുളം പാറക്കടവ് പാലത്തിങ്കൽ അബ്ദുൾ റഫീഖിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോണുകൾ കവർച്ച ചെയ്ത ശേഷം പ്രതികൾ രക്ഷപ്പെട്ട കാർ ഓടിച്ചിരുന്നത് അബ്ദുൾ റഫീഖായിരുന്നു. മോഷണം പോയ ഫോണുകളുടെ IMEI നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,045 രൂപ, പവന് 72,360 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. 86 മണിക്കൂർ നീണ്ടുനിന്ന ഇന്ത്യ പാക് സംഘർഷത്തിന് സമവായമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇന്ത്യ. സൈനികതല ചർച്ച തിങ്കളാഴ്ച നടക്കും. മയക്കുമരുന്ന് മാഫിയക്കെതിരെ കേരളം യുദ്ധം പ്രഖ്യാപിച്ച് നടപ്പാക്കി വരികയാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. വെല്ലുവിളികളെ നേരിടാൻ എക്സൈസ് പ്രാപ്തമാണെന്നും മന്ത്രി. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. കണിമംഗലം, പുതുക്കാട്, തിരുവല്ലാമല, പേരാമ്പ്ര എന്നിവിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിലാണ് ബൈക്ക് യാത്രികർ മരിച്ചത്. ഗുരുവായൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്നും 2.5 ഗ്രാമിന്റെ കമ്മലും പണവും മോഷണം പോയി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി സാധനം. കൂട്ടുനേർച്ചയ്ക്ക് വൻ തിരക്ക്. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 2 പേർ പോലീസ് പിടിയിൽ. ചേറ്റുവ സ്വദേശി നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.